കേരളത്തിൽ എന്ത് സംഭവം നടന്നാലും എൽ ഡി എഫിൻ്റെ മന്ത്രിമാർ, പ്രത്യേകിച്ച് സി പി എമ്മിലെ മന്ത്രിമാർ പറയുന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവമാണ്. അന്ന് മെഡിക്കൽ കോളേജിലെ മരണമുണ്ടായി. ഇപ്പോൾ ഒരു സ്കൂളിൽ ഒരു വിദ്യാർത്ഥി ദയനീയമായി തന്നെ നമ്മയെല്ലാം ഞെട്ടിക്കുന്ന രീതിയിൽ മരണപ്പെട്ടിരിക്കുകയാണ്. ആ സമയത്ത് പോലും ന്യായീകരണവുമായാണ് സഖാക്കൾ ഇറങ്ങുന്നത്. ഒരു ഭാഗത്ത് ആ കൊല്ലം ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി സൂംബ ഡാൻസ് കളിച്ച് തൻ്റെ ശരീരം പുഷ്ടിപ്പെടുത്തുകയാണ്. ഒരു ഭാഗത്ത് ഒരു കുട്ടിയുടെ അമ്മ നിലവിളിക്കുകയാണ്. ഇതിപ്പോൾ കേരളത്തിൽ എന്താണ് ഇത്രയും തുടർച്ചയായി ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകുന്നത്? ശ്രീജിത്ത് പറഞ്ഞ ആ ഒരു വേർഡ് ഞാൻ ഇങ്ങെടുക്കും. ഒരിടത്ത് ദാരുണമായ ഒരു അന്ത്യം, ഒരു നാട് മുഴുവനും കണ്ണീരിലായി ഇരിക്കുന്ന അതേ സമയവും ആ സന്ദർഭവുമാണ് മന്ത്രി തിരഞ്ഞെടുത്തതെന്നുള്ളതാണ്. അവിടെയാണ് ഒരു മന്ത്രി എന്നുള്ള രീതിയിൽ അവർ വളരെയധികം തോൽവി എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ആ ഒരു സന്ദർഭത്തിൽ, ആ ഒരു സമയത്ത് സൂംബ ഡാൻസ് കളിച്ച് അവരാരെയാണ് തൃപ്തിപ്പെടുത്തിയത്? മുഖ്യമന്ത്രി പറയുന്ന സൂംബ ഡാൻസ് ആയിരുന്നല്ലോ അത്. അപ്പം മുഖ്യമന്ത്രിയെ തൃപ്തിപ്പെടുത്താനായിരുന്നു സൂംബ ഡാൻസ് കളിച്ചത്. പക്ഷെ അതിപ്പോൾ പിണറായി വിജയൻ തന്നെ അത് പറഞ്ഞു, അത് തെറ്റാണ്. ആ ഒരു സന്ദർഭം അതിനല്ല വിനിയോഗിക്കേണ്ടുന്നത്, ഓടി എത്തേണ്ടുന്നത് ഇവിടെ ആയിരുന്നു. ഒരു ദാരുണാന്ത്യം ഉണ്ടാകുമ്പോൾ MLA ആണെങ്കിലും മന്ത്രിയാണെങ്കിലും ഓടി എത്തേണ്ടുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഡാൻസും കളിച്ച് ചിരിച്ച് കളിച്ച് അവസാനം അതെല്ലാം കഴിഞ്ഞ് ആ ഒരു സമ്മേളനമൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്നിരുന്ന് പറഞ്ഞ വാക്കുകളോ ഒരിക്കലും ഒരു മലയാളിക്കും എന്താ പറയുക, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വാക്കുകളാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഒരു മന്ത്രിയും പറയാൻ പറ്റാത്ത, അത് CPI നേതൃത്വത്തിൽ തന്നെ ഇതിന് അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ട്. ഈവൻ മുഖ്യമന്ത്രി പോലും അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം ഇവർ പറയുന്നത് ഒരു പയ്യൻ്റെ ചെരുപ്പാണ്. ആ പയ്യൻ ചെരുപ്പെടുക്കാൻ ഷെഡിൻ്റെ മുകളിൽ കയറി. ചെരുപ്പെടുക്കാൻ പോയപ്പോൾ കാലൊന്ന് തെന്നി പെട്ടെന്ന് കയറി പിടിച്ചത് വലിയ കമ്പിയിലാണ്. ഇതിലാണ് കറണ്ട് കടന്നു വന്നത്. ആ കുഞ്ഞ് അപ്പോഴേ മരിച്ചു. ഇത് അധ്യാപകരുടെ കുഴപ്പമൊന്നുമല്ല. എന്ത് നിസ്സാര മട്ടിലാണ് ഒരു മരണത്തെ വ്യാഖ്യാനിച്ചൊരു മന്ത്രി പറയുന്നത്? MLA ഇത്തരത്തിലാണ് വന്നിരുന്ന് അത് ആദ്യ സംഭവമല്ലല്ലോ. ഇത് തന്നെ നാം മെഡിക്കൽ കോളേജിൽ കണ്ടല്ലോ. അവിടെ തകർന്നു വീണപ്പോൾ മന്ത്രിമാർ വന്ന് പറയുകയാണ് അതിനുള്ളിൽ ആരുമില്ല, നിങ്ങൾ പൊക്കിയോളൂ എന്ന് സുരക്ഷാ ജീവനക്കാരോട് പറയുകയാണ്. അതെ, ഇനിയിപ്പോൾ ഇതിവർ ഒരു 5 ലക്ഷം രൂപ ഇപ്പോൾ കുഞ്ഞിൻ്റെ ജീവന് പകരമായിട്ട്, ഒരു ജീവന് പകരമായിട്ട് 5 or 10 ലക്ഷം രൂപ കൊടുത്താൽ തീരാവുന്നതാണോ? മെഡിക്കൽ കോളേജ് സംഭവം ഉണ്ടായപ്പോഴും ഈ പറഞ്ഞോണം ആ കുട്ടിക്ക് ഒരു ജോലി, ഈ കുറച്ച് ലക്ഷം രൂപ, വീട്, ഓക്കെ, തീർന്നു. അവരുടെ ചുമതല തീർന്നു. ഈ കുട്ടിയുടെ ഈ കുഞ്ഞിന് പകരമായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണോ 5 ലക്ഷം രൂപ? ഇനി ചിലപ്പോൾ ഒരു വീടും കൂടെ നിർമ്മിച്ചു കൊടുക്കുമായിരിക്കും. ഇത് ഒരു സ്ഥിരം പരിപാടിയായിട്ട് മാറിയിരിക്കുകയാണ് LDF സർക്കാർ. അവർ എത്ര ഒരു പക്ഷേ ഇത് ഒരു കുഞ്ഞ് നാളെ അത് ശ്രീത്ത് കണ്ടായിരുന്നല്ലോ, ആ ഷെഡ് നിർമ്മിച്ചിരിക്കുന്ന അലുമിനിയം ആണോ ഇരുമ്പ് ഷീറ്റാണോ എന്നുള്ള അറിയില്ല. എന്തായാലും അതിൻ്റെ താഴെ നിൽക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഒരു കണക്ഷൻ താഴോട്ട് വീഴുന്നതിന് എത്ര കുട്ടികൾക്ക് അപകടം ഉണ്ടായേനെ, അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും കുട്ടികൾ ഒരുമിച്ച്. കാരണം നമ്മൾക്കറിയാം അതിൻ്റെ മുകളിൽ ഒരു ബെഞ്ച് കിടപ്പുണ്ടോ. മാത്രമല്ല ഈ സ്കൂളിൻ്റെ ആ ഒരു ക്ലാസ് റൂമിൻ്റെ, മറ്റുള്ള ക്ലാസ് റൂമിൻ്റെ പകുതി ഹാഫ് ഭിത്തിയാണ്. അതിലൂടെ ഈ ഷീറ്റിലേക്ക് ഇറങ്ങാൻ പറ്റുന്നതാണ്. അതായത് തൊട്ടടുത്ത് തന്നെയാണ്. കുട്ടികൾക്ക് എപ്പോൾ വേണമെങ്കിലും, അതായത് ബെഞ്ചിൽ നിന്ന് ജസ്റ്റ് അകത്തൂടെ ഈ വെളിയിലത്തെ ഷീറ്റിലോട്ട് ഇറങ്ങുക. അവർ ഇറങ്ങുന്നുണ്ട്, ആ കുട്ടികൾ ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് പൊളിച്ച് ഇട്ടേക്കുന്നത് അവിടെ. അപ്പം അത് തടി വെച്ചാണ് ഇതൊക്കെ മറച്ചു വെച്ചിരിക്കുന്നത്. അത് പിന്നീടുള്ള ചർച്ച, അത് ഞാൻ പിന്നീട് പറയാം. പക്ഷേ ഇത്തരത്തിൽ ഉത്തരവാദിത്തപരം അല്ലാത്ത രീതിയിൽ മന്ത്രിമാർ, നേതാക്കന്മാർ ഇടപെടുമ്പോഴാണ് ശരിക്കും സർക്കാരിന് പിടിപ്പീട് മാത്രമല്ല തോൽവി തന്നെ. ഇവർക്ക് രാജിവെക്കേണ്ട സമയം കഴിഞ്ഞു. ഇവർക്കൊക്കെ മാനുഷികപരമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരാളുടെ മനസ്സ്, വികാരങ്ങൾ അറിയാനുള്ള ശേഷി നഷ്ടപ്പെട്ടിരിക്കുക. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് തൊഴിലാളി പ്രസ്ഥാനമെന്നും സ്ത്രീപക്ഷ പ്രസ്ഥാനമെന്നും അല്ലെങ്കിൽ പാവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനമെന്നും പറയുന്നത് ഇപ്പം അത് മാത്രം ഒരു പേനയിൽ എഴുതി കുറിച്ച് വെച്ചേക്കുന്ന കുറച്ച് ബുക്കുകളിൽ മാത്രം അങ്ങ് ചേർന്നിരിക്കുകയാണ്. അല്ലാതെ ഇവർ അതോടൊപ്പം തന്നെ പുതിയ SFIയുടെ പ്രസിഡന്റല്ലോ ശിവപ്രസാദ് പറയുന്നത് കേട്ടിട്ടില്ലേ, ഈ ഞങ്ങൾ കർഷകരുടെ മക്കൾക്ക് വേണ്ടി, പാവപ്പെട്ടവൻ്റെയും പിന്നോക്കൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് പോരാടുന്നതെന്നാണ് ഗവർണറുമായി ബന്ധപ്പെട്ട സമരങ്ങളിൽ അദ്ദേഹം പറയുന്നത്. പക്ഷേ ഈ 2 ദാരുണാന്ത്യം വന്നപ്പോഴും നമ്മൾ അവരുടെ വീടുകളൊന്ന് പോയി നോക്കിയതാണ്. ഇവര് ലൈഫ് ലൈൻ പദ്ധതി, അത് ഇത്, ഈ അസ്വാഭാവികമായിട്ടുള്ള ഒരു മരണത്തിൽ ഈ 2 വീടുകളിലും പോയി നോക്കിയപ്പോൾ ആ വീടുകളുടെ അവസ്ഥ എന്താണ്? ഇടിഞ്ഞു പൊളിഞ്ഞ് ആവാറായ 2 വീടുകൾ. ഇവർ എന്താണ് അതുപോലെ എത്രയോ കോടാനുകോടി വീടുകളും ജനങ്ങളുമാണ് ബുദ്ധിമുട്ടാകുന്നത്. ഇവർ പറയുന്ന ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ആരുമില്ല എന്ന് വാദിക്കുമ്പോഴും, 10-13 പേരേ ഉള്ളൂ എന്ന് പറയുമ്പോഴും, ലക്ഷക്കണക്കിന് ആൾക്കാർക്കാണ് നല്ല ഒരു മേൽക്കൂരയില്ലാത്ത വീടില്ലാത്തത്. അപ്പോൾ ലൈഫ് ലൈൻ പദ്ധതിയൊക്കെ ഉള്ളവനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ആര് നോക്കാനാണ്? ആര് ചിന്തിക്കും? MLA ആണ്.
അയാൾ വന്ന് കാണുന്ന ആ വീടിന്റെ അവസ്ഥ, ദുരന്താവസ്ഥ, പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന അവസ്ഥ, ഒരു ഷീറ്റ് കൊണ്ട് ജസ്റ്റ് മറച്ച് അവർ വെച്ചേക്കുന്നത്. അത് ആ ജീവിത മാർഗത്തിന് വേണ്ടിയിട്ടാണ് അതിന്റെ അമ്മ ഈ ഗൾഫ് വിദേശത്ത് പോയി. നാടുകളിലേക്ക് പോയത്. അതും ഒരു അടുക്കള ജോലിക്ക്, അതായത് വീട്ടു ജോലിക്കായിട്ടാണ് പോയിരിക്കുന്നത്. അവരറിഞ്ഞിട്ടില്ല, ഇന്നലെ അറിഞ്ഞു, ഇന്നലെ വൈകിട്ടാണ് അറിഞ്ഞത്. അപ്പൊ ആ കുടുംബം നോക്കാൻ വേണ്ടിയിട്ടാണ്. ആ കുട്ടി ഒരു അച്ഛനാണ്, മേശിരിപ്പണിയാണ്, സാധുവായ ഒരു കുടുംബം. അപ്പൊ ഇതൊക്കെ അവിടുത്തെ MLA യും കൗൺസിലറും ഇത്രയും ജനപ്രതിനിധികൾ ഉണ്ടായിട്ട് ഇങ്ങനത്തെയൊക്കെ കുടുംബങ്ങള്, നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ വരുമ്പോഴാണ് വീട്ടിലേക്ക് ചെന്നെത്തുന്നത്. അതൊരു ഭാഗം. ഈ ശ്രീത് പറഞ്ഞതിനൊരു മറുപടിയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇതിപ്പോ വന്നിരിക്കുന്നത് സ്കൂളിന്റെ ഭാഗത്തെ ഒരു അനാസ്ഥയുണ്ട്. കാരണം ഒരിക്കലും ഇതിപ്പം 3 ഫേസ് കണക്ഷൻ എങ്ങാണ്ടാന്ന് തോന്നുന്നു പോയിരിക്കുന്നത്. നേരത്തെ 2 ലൈനേ ഉണ്ടായിരുന്നു, ഇപ്പൊ 4 ലൈൻ വലിച്ചാണ്. ഒരിക്കലും ഒരു സ്കൂളിന്റെ മുകളിൽ കൂടി ഇത്തരത്തിലുള്ള അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങളോ ഇത്തരത്തിലുള്ള ഇലക്ട്രിക് പോസ്റ്റുകളോ കമ്പികളോ ഒന്നും ഇടാൻ പാടില്ല എന്നുള്ള നിയമം നിലനിൽക്കെ എങ്ങനെയാണ് ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇവർ കൊടുത്തത്? ഈ സ്കൂളിൽ എന്ത് തരത്തിലുള്ള ഫിറ്റ്നസ് ആണ്? ആ ഫയർ എക്സ്റ്റിങ്ഷൻ അത്തരത്തിലുള്ള സംവിധാനങ്ങളില്ല. ആ ക്ലാസ് റൂമുകൾ തന്നെ കണ്ടാലേ അറിയാം. ഞാനൊക്കെ 80 വർഷങ്ങളിൽ എങ്ങനെയാണോ സ്കൂളിൽ പോയിരുന്നത് അതേ ക്ലാസ് റൂമുകളായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഹാഫ് ഭിത്തിയൊക്കെ കെട്ടി പകുതി മറ്റേ ചുവരിലെ തടി കൊണ്ടൊക്കെ മറിച്ച്, പണ്ടത്തെ ട്യൂഷൻ സെന്ററുകളൊക്കെ അങ്ങനെ. ശ്രീതിന് അറിയാമെന്നുള്ള അറിയില്ല. ആ രീതിയിലാണ് സ്കൂൾ. എയ്ഡഡ് സ്കൂളാണ്, പകുതി സ്വകാര്യ മാനേജ്മെന്റ്, പകുതി ഗവൺമെന്റിന്റെയാണ്, സർക്കാരിന്റെയാണ്. അപ്പൊ ഇത് രണ്ടുപേർക്കും തുല്യ പ്രാധാന്യമുണ്ട്. അപ്പൊ ഇങ്ങനെ അവർക്ക് നടത്തിക്കൊണ്ട് പോകാൻ പറ്റത്തില്ലെങ്കിൽ അടച്ചു പൂട്ടുക, അല്ലാതെ ഇതിൽ എന്താണ് ചെയ്യാനുള്ളത്? അപ്പൊ ഇത്തരത്തിൽ ഫിറ്റ്നസ് അല്ല, സർട്ടിഫിക്കറ്റ് എന്തായാലും കൊല്ലം ജില്ല കേരളത്തിലല്ലായിരിക്കും. കാരണം നിരന്തരം ശിവൻകുട്ടി പറയുന്ന കേരളത്തിലെ സ്കൂളുകളെല്ലാം മികച്ചതാണ്, അയ്യോ യൂറോപ്യൻ പറഞ്ഞത് നിലവാരത്തിലാണ്. എന്തോ ഇത് കാറിലൂടെ പോകുമ്പോ സ്കൂളുകൾ കാണുമ്പോ എന്തോ ബാറാണെന്ന് കരുതി. ബാറുകളാണോ ഹോട്ടലുകളാണോ എന്ന് റൂം വരെ ചോദിച്ചു ചെന്നെന്ന്. ഈ സ്കൂളുകൾ കണ്ട ഹോട്ടൽ എന്നൊന്നും പറയാൻ പറ്റില്ല, ചേരി പ്രദേശമുണ്ട്. അതിനേക്കാളും കഷ്ടമായിട്ടുള്ള അവസ്ഥയാണ്. ശിവൻകുട്ടിക്ക് തെറ്റിപ്പോയതാണ്. അതാ ഇത്തരത്തിലുള്ള ഹൈടെക് സ്കൂൾ അവിടെ ഇവിടെയൊക്കെ നിർമ്മിച്ച് ഒരു 4-5 ഒക്കെ നിർമ്മിച്ച് ഇങ്ങനെ വലിയ റീലുകളൊക്കെ ചെയ്തിടാൻ ഭയങ്കര ഇതാണ്. പക്ഷെ ഓരോ സ്കൂളുകളിലേക്ക് ഇറങ്ങിച്ചല്ല, ഇവരുടെ സിസ്റ്റമാണ് പ്രശ്നം. ഇപ്പം മന്ത്രി വന്ന് എല്ലാ സ്കൂളുകളും നോക്കാനൊന്നും പറ്റില്ല, അത് നമുക്ക് മനസ്സിലാവും. പക്ഷെ ആ സിസ്റ്റം എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, ഇതിന് താഴോട്ടുള്ള ഓരോ ഉദ്യോഗസ്ഥര്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, സെക്രട്ടേറിയറ്റ് ഇരിക്കുന്നത്, ഇവരെയൊക്കെ എന്തിനാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്? അപ്പൊ ഇവരുടെ ഈ സിസ്റ്റം നിയന്ത്രിക്കേണ്ടുന്ന ഉത്തരവാദിത്തമാണ് മന്ത്രി ചോദിക്കുക. ആ നിയന്ത്രണം അദ്ദേഹത്തിന്റെ കൈകളിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഈ സിസ്റ്റം ഇങ്ങനെ പ്രശ്നമാവുന്നത്. ഒരു മന്ത്രി എന്തിനാണ് നമ്മൾ നിയമിക്കുന്നത്? ഈ സിസ്റ്റം എന്ന് പറയുന്ന, ഇവർ ഈ പറയുന്ന ഈ സിസ്റ്റം എന്ന് പറയുന്ന നിരവധി ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റ് നോക്കേണ്ടുന്ന ചുമതലയുണ്ട്. ആ ചുമതല നഷ്ടപ്പെടുമ്പോഴാണ് മന്ത്രി തോറ്റു പോകുന്നത്. അപ്പോൾ ഉത്തരവാദിത്തം അങ്ങനെ പൂർണ്ണമായും മന്ത്രിക്ക് കൈയൊഴിയാനൊന്നും പറ്റത്തില്ല. അദ്ദേഹം നോക്കേണ്ടുന്ന ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് ഇപ്പോൾ ഇതിന് വലിയൊരു വീഴ്ച വന്നിരിക്കുന്നത്. പിന്നെ അവിടുത്തെ പേരൻസ്, PT ഉണ്ട്, ഇവർക്കൊക്കെ സ്വാഭാവികമായിട്ട് അറിയാലോ. ടീച്ചേഴ്സ്, അധ്യാപകർ, ഇവർക്കൊക്കെ അറിയാം ഈ ലൈൻ പ്രശ്നമാണ്, അപകടമാണ്. അത് ഈ അധ്യാപകരും രക്ഷകർത്താക്കളും ഒന്ന് ഇറങ്ങി തിരിച്ചാൽ മതി. ഒരാഴ്ച സ്കൂൾ പൂട്ടിയിട്ടെ ഒന്ന് ഇറങ്ങി തിരിച്ചെങ്കിൽ ഈ ലൈൻ ഇതിലേക്കൂടെ വലിക്കുമായിരുന്നു, ഇതിലേക്കൂടെ പോകുമായിരുന്നു. ഈ കുട്ടികൾക്ക് ഇങ്ങനെ അപകടം ഉണ്ടാകും. ഇനി പോട്ടെ, ആ ഷീറ്റ് ഇട്ട ആൾക്കാരെയാണ് ഞാൻ സമ്മതിച്ചു കൊടുക്കുന്നത്. ഈ ഷീറ്റ് ഇട്ട ആൾക്കാർ അതിന്റെ മണ്ടേ കയറുമല്ലോ, മുതിർന്ന വ്യക്തികളാണ്. അവർക്കൊന്നും വന്നില്ലല്ലോ എന്നുള്ളതാണ് ഞാൻ ഇപ്പം അതിശയിക്കുന്നത്. കാരണം അന്നേരമെങ്കിലും ബുദ്ധിയും ബോധമുള്ള ഏതെങ്കിലും ഒരു അധ്യാപകൻ, ഇവരൊക്കെ പഠിപ്പിച്ചിട്ടുള്ളവരല്ലേ, ഫിസിക്സ് ഒക്കെ പഠിക്കുന്നവരല്ലേ, ആ ബുദ്ധിയും ബോധമുള്ള അറിവുള്ള അധ്യാപകർ പോലും ഇതിന് വേണ്ടുന്ന ഊർജ്ജം എടുക്കാതെ, അല്ലെങ്കിൽ ഇത് ഈ ഒരു അപകടമാണ്, ഇവിടെ ഷീറ്റ് ഇടരുത്, അല്ലെങ്കിൽ ഇത് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ഇങ്ങനെ ഉണ്ടാവുക. ഇത് കൈയൊഴിയാൻ എളുപ്പമാണ് ശ്രീജിത്തെ, പക്ഷെ നഷ്ടമായത് ആ കുടുംബത്തിനാണ്. ഒരു കുഞ്ഞാണ് നഷ്ടം. നമുക്കത് കാണുമ്പോൾ നമുക്കൊക്കെ സങ്കടമാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈയൊഴിഞ്ഞ് സൂംബ ഡാൻസും കളിച്ചുകൊണ്ടിരിക്കുന്നവരുടെ വീട്ടിലേക്ക് ഇത്തരത്തിലുള്ള അപകടങ്ങൾ വരുമ്പോഴേ അവർക്ക് അതിന്റെ വേദന മനസ്സിലാവും. മന്ത്രിക്ക് ഇതിന്റെ വേദന മനസ്സിലാവണമെങ്കിൽ മന്ത്രി സൂംബയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരണം. ആ താഴോട്ട് നിൽക്കാത്തതിന്റെ ഫലമാണ് ആ മന്ത്രിയെ ചിലപ്പോൾ ആ നാട്ടുകാർക്ക് പോലും അറിയത്തില്ല. ചിഞ്ചുറാണിന്ന് ഒരു പക്ഷെ നമുക്കൊക്കെ അറിയായിരിക്കും, ആ പ്രദേശങ്ങളിലുള്ളവർക്ക് ഇങ്ങനൊരു മന്ത്രി ഉണ്ടോ എന്ന് പോലും അറിയത്തില്ലേ. MLA എവിടെയാണ് 2 കിലോമീറ്റർ അപ്പുറത്ത് കിടന്ന MLA എത്തിയത് എപ്പോഴാണ്? ഇത്തരത്തിൽ അവർക്ക് അവരുടേതായ ഈ അധികാരഭ്രമത്തിലും കസേരയിലും പിടിച്ചു തൂങ്ങിയിരിക്കുന്ന LDF സർക്കാരിന്റെ തോൽവി തന്നെയാണ്. ഇവരൊക്കെ രാജിവെച്ചിട്ട് പോട്ടെ.